ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക് ടൈലറിങ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുടുപ്പാണ് കേട്ടോ. അതും ചെറിയ കുട്ടികൾക്കുള്ള ഒരു കുഞ്ഞുടുപ്പാണ്. ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പാണ്. ഇങ്ങനെയുള്ള ഫ്രോക്ക് തയ്ച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുള്ള ഒരു ക്ലോത്തിനെ രണ്ട് സൈഡ് കൂടി ഇങ്ങനെ മടക്കിയിട്ട് ഒരു ത്രികോണ ഷേപ്പിലാക്കി മാറ്റുക. അതായത് സെൻറ്ററിൽ ഓപ്പണിംഗ് വരുന്ന രീതിയിലാക്കുക. എന്നിട്ട് അരവണ്ണം മെഷർ ചെയ്തതിന് ശേഷം ആ അരവണ്ണത്തിൻ്റെ പകുതി, ഇപ്പോൾ ഒരു 20 ആണെന്നുണ്ടെങ്കിൽ 10 മുകളിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ച് ആ സർക്കിൾ രൂപേണ അത് താഴെ നമ്മൾ അതേ ഒരു സർക്കിളായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത അരവണ്ണത്തിൻ്റെ പകുതി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റുക. ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മുടെ താഴെ മാർക്ക് ചെയ്ത് എത്ര ലെങ്ത്താണോ ആ ഉടുപ്പിന് വേണ്ടത് അതിനനുസരിച്ച് അത് താഴെയും കട്ട് ചെയ്ത് മാറ്റുക. വളരെ സിമ്പിളാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ മുകൾ ഭാഗം നിവർത്തി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ 360 ഡിഗ്രിയുള്ള സർക്കിൾ കിട്ടും. അതിനുശേഷം നമ്മൾക്ക് ഉടുപ്പിൻ്റെ മുകൾ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മെഷർമെൻറ്റ്, കുട്ടിയുടെ നെക്കും അതിൻ്റെ എത്ര നീളം വേണമെന്നുള്ളതിനനുസരിച്ച് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുക. ഞാനിവിടെ ഒറ്റ പീസിലാണ് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അതിനുശേഷം ഞാനിത് ലൈനിങ്ങിൽ വെച്ചിട്ട് ഈ റൗണ്ടിൽ നെക്ക് അടിച്ചെടുത്ത് അതിൻ്റെ ഉൾഭാഗം മുറിച്ച് തിരിച്ചെടുത്തു. അതായത് നെക്ക് കംപ്ലീറ്റ് ഫിനിഷ്. അതിന് 2 ആം ഹോളുമാണ് നമ്മൾക്ക് ഇതുപോലെ പൈപ്പിംഗ് പോലെ മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ട വള്ളി വെച്ച് കൊടുക്കുക. ഉടുപ്പിനെ ടൈറ്റായിരിക്കാൻ വേണ്ടി 2 സൈഡിലും വള്ളി ജോയിൻറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ കണ്ടോ, ഇതാണ് മുകൾ ഭാഗം. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റായി നെക്കും ആം ഹോളും വള്ളിയും ജോയിൻറ്റ് ചെയ്തു. പിന്നെ വണ്ണം കൂട്ടുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റൗണ്ടിലുള്ള അരവണ്ണം നമ്മൾ ഉടുപ്പിൻ്റെ അരഭാഗമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ കിട്ടിയത് ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്കിതിൽ എന്തെങ്കിലും ഒരു അഡീഷണലായിട്ട് ആഡ് ചെയ്യണമല്ലോ, കാരണം ഇത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വർക്ക് വരുന്നതും താഴ്ഭാഗത്ത് ഒരു നെറ്റ് വേണം. അപ്പോൾ ഞാൻ ഈ താഴ്ഭാഗത്തെ നെറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഒരു സിമ്പിളായിട്ടുള്ള റോസാണ്. താഴ്ഭാഗത്തെ ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ റോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തെ പീസ് ഒരു 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് അത് ഫ്രിൽസായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും അതിൻ്റെ ജോയിൻ ചെയ്യിപ്പിച്ച് ഫ്രിൽസാക്കി അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ബിഗിനേഴ്സിന് പറ്റിയൊരു ഫ്രോക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫ്രോക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെ പോരായ്മകളാണ് വീഡിയോയ്ക്കുള്ളത്, ഇതൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇത് മാത്രമല്ല അല്ലാതെയും കുറേ ടൈപ്പ് വീഡിയോസും ബേസിക് ആയിട്ടുള്ള ബാഗ് തയ്ക്കുന്നതിൻ്റെയും ഫ്ലവർ മേക്കിങ്ങിൻ്റെയും അങ്ങനെ ഒരുപാട് വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്.